ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പണ്ണിൻ്റെ ബർത്ത്ഡേ തേർഡ് പാർട്ട് വീഡിയോ ആണിത്. കുഞ്ഞിപ്പണ്ണി നല്ല ഉറക്കമാണ്. നമ്മുടെ ഏട്ടനും ചന്ദ്രനും ഉണ്ണി എല്ലാവരും എന്താ റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വസുക്കുട്ടി തെച്ചുക്കുട്ടിയൊക്കെ ഇതാ റെഡി ആയിരിക്കുന്നുണ്ട്. വസുക്കുട്ടിക്ക് പനിയായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ആളങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്. പിന്നെ ഇതെല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബർത്ത്ഡേക്ക് ഞാൻ ചെറുതായിട്ടൊക്കെ മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോഴത്തേക്കും ഏട്ടനും അനിയനൊക്കെ അവിടെ നിന്നൊരു ഫോട്ടോ സെക്ഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇതാ കുഞ്ഞിപ്പണ്ണ ഉണന്നു എനിക്ക് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ നമ്മുടെ മേക്കപ്പറായിട്ടുള്ള അങ്ങനെ രമ്യ മേക്കപ്പൊക്കെ ചെയ്ത് തരികയാണ്. അപ്പോൾ ഈ കുഞ്ഞിപ്പെണ്ണ് ഉണർന്നപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഇതൊക്കെ റെഡിയാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനവിടെ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് നമ്മുടെ വഞ്ച ചേച്ചി നമ്മുടെ അമ്മൂസും കൂടി അമ്മയും എല്ലാവരും കൂടി റെഡിയാക്കുകയാണ്. അപ്പോൾ ചേച്ചി ഉള്ളതുകൊണ്ടാണ് കേട്ടോ കൂടുതലും ചേച്ചി കംഫർട്ടായി എല്ലാം റെഡിയാക്കി ചേച്ചീനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കുഞ്ഞിപ്പെണ്ണ് കൊണ്ട് ഞാൻ റെഡിയായി വരുമ്പോഴത്തേക്കും ഫോട്ടോയൊന്നും കിട്ടണമെന്നില്ല. കുഞ്ഞിപ്പെണ്ണ് നല്ല മൂഡിലിരിക്കുന്ന സമയത്ത് ഫോട്ടോസൊക്കെ എടുക്കണം. അങ്ങനെ ഷൂവും കാര്യങ്ങളൊക്കെ ചേച്ചി എല്ലാം ഇട്ട് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ അവിടെ പോയി ഇതാ ചേച്ചി ഒപ്പം നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കും. കാരണം കുഞ്ഞിലേക്ക് ചേച്ചിക്ക് കണ്ട് നല്ല പരിചയമുള്ളതുകൊണ്ട് ചേച്ചിയായിട്ട് സെറ്റാണ്. പിന്നെ നമ്മുടെ അമ്മൂസ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഫോട്ടോ എടുക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിപ്പെണ്ണും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാജേഷ് ചേട്ടന് കുറച്ച് പാലക്കാട് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ ആ സമയത്താണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മൊത്തവും ഒരു ഹർബറി ആയിരുന്നു കേസ്. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും വന്നു തുടങ്ങിയിരുന്നു. അപ്പം കുറച്ച് പേരൊക്കെ വരാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടും എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അച്ചൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി അപ്പോൾ അവിടേക്കും വസുവിന് വയ്യാത്തതുകൊണ്ട് തെച്ചു ആകെ മൂഡ് ഓഫ് ആയിരുന്നു. പിന്നെ അച്ഛനും എല്ലാവരും കൂടി ഇവിടെ ഫോട്ടോ സെക്ഷൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊന്നും ഇവിടെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ അവിടെ തിരക്കിൽ എനിക്ക് മുടിവെട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. നേരത്തെ റെഡി ആവണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ വിചാരിച്ച പോലെയൊന്നും കറക്റ്റ് സമയത്ത് നമുക്ക് അങ്ങനെ ഇതായില്ല. അതുകൊണ്ട് കുറുമ്പൻസിനെയും ഫോട്ടോ എടുക്കാനൊന്നും അങ്ങനെ ഞാൻ പറഞ്ഞാലല്ലേ കൂടുതലും കേൾക്കുള്ളൂ. അതുകൊണ്ട് അവരും അങ്ങനെ ഫോട്ടോ എടുക്കാനൊന്നും വരാനും നിൽക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് ഏകദേശം നമ്മുടെ എല്ലാവരും എന്താ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്കൊരു മടിയായിരുന്നു. കാരണം ഞാനിവിടെ മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെ. പിന്നെ നമ്മുടെ ഓഫീസിൽ ഷൈനി ചേച്ചി ഇതാ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് അത്യാവശ്യമായിട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി നേരത്തെ വന്നു. അപ്പോഴത്തേക്കും ഞാൻ 2 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടും എല്ലാം നമ്മൾ ഈ ഒരു ഒറ്റയ്ക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഓടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കാര്യം തന്നെ നോക്കാനുള്ളൊരു കംഫേർട്ട് ഉണ്ടായിരുന്നില്ല. ബാക്കി 3 പേരുടെ എല്ലാവരും 5 പേരുടെ കാര്യം 4 പേരുടെ കാര്യങ്ങളും പക്കയായിട്ട് എല്ലാം സെറ്റ് ചെയ്തു. പക്ഷേ എൻ്റെ കാര്യത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡിസിഷൻ എടുക്കാനോ അങ്ങനെ തീരുമാനം പറയാൻ ആരും ഇല്ലാതായിപ്പോയി. ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ഓടി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഡ്രസ്സൊക്കെ ഇങ്ങനെ എന്താ പറയുക എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല. എനിക്ക് ഇട്ട് കഴിഞ്ഞപ്പം അതുപോലെ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കിട്ടിയപ്പോൾ അത്ര കംഫർട്ടായില്ല. പിന്നെ നമുക്ക് കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേക്കും നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ മോഡലുകൾ വേറെ ആയിരുന്നു. പക്ഷേ എല്ലാം കൂടി എന്താ പറയുക ഓക്കെ ആയിരുന്നു, കളർഫുള്ളായിരുന്നു. എന്നിരുന്നാലും വിചാരിച്ച പോലെ എനിക്ക് അത്രയും ഒരു കംഫർട്ട് ഫീൽ ചെയ്തില്ല. പക്ഷേ ഈ സ്റ്റേജിൻ്റെ ഡെക്കറേഷൻ അനുസരിച്ചുള്ള കേക്കൊക്കെ സെറ്റായിരുന്നു. അങ്ങനെ അതെല്ലാവരും വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതാ വന്നൊക്കെ റെഡിയായി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് തൊപ്പിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞിപ്പെണ്ണ് തൊപ്പിയൊന്നും വെക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ വസുക്കുട്ടിക്ക് പനിയായതുകൊണ്ട് നമ്മൾ ആ ഡ്രസ്സൊക്കെ പിന്നീട് മാറ്റി ഈ ഒരു കോമ്പിനേഷൻ എത്തി. കാരണം കുഞ്ഞിപ്പെണ്ണൊരു പിസ്ത ഗ്രീനും നമ്മളെല്ലാവരും പീച്ച് കളറും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഈ ഒരു ഡ്രസ് കോമ്പിനേഷൻ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ആദ്യം എന്താ കേക്കൊക്കെ മുറിക്കാൻ വേണ്ടി കുറച്ച് ഫോട്ടോസൊക്കെ കുഞ്ഞിപ്പെണ്ണ് കിട്ടി. പിന്നെ വസുവും തെച്ചുവിൻ്റെയൊന്നും ഒരു ഫോട്ടോ പോലും കുഞ്ഞിപ്പെണ്ണിൻ്റെയും വസുവിൻ്റെയും തെച്ചുവിൻ്റെയും ഒരുമിച്ചൊരു ഫോട്ടോ കിട്ടിയില്ല. കാരണം ഞാനും തിരക്കിൽ എല്ലാവരും തിരക്കിൽ അവരെ ഒന്ന് പിടിച്ച് നിർത്താനോ അല്ലെങ്കിൽ നിൽക്കാനൊന്നും പറഞ്ഞാലും മറ്റുള്ളവർ ഇപ്പോൾ കേട്ടതും ഇല്ല, അവരുടെ കിട്ടിയില്ല. അതൊരു വലിയ സങ്കടമായിരുന്നു. കാരണം വലിയേട്ടനെയും കുഞ്ഞേട്ടനെയും ഫോട്ടോ കിട്ടിയില്ല എന്നുള്ളത്. 2 ഫാമിലി ഫോട്ടോ മാത്രമേ കിട്ടിയത്. പിന്നെ നമ്മുടെ അച്ഛനും അമ്മയും എന്താ വന്ന് കേക്കൊക്കെ കൊടുക്കുന്നുണ്ട് കുഞ്ഞിപ്പെണ്ണ് കേട്ടോ. അപ്പോൾ കുറേ ഫോട്ടോ ഒക്കെ കുറേ ഇതിൽ മിസ്സായിട്ടുണ്ടായിരുന്നു. കാരണം വിചാരിച്ച പോലെയുള്ള സമയം അതെപ്പോഴും അങ്ങനെയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ ആ ടൈമിൽ നടക്കണമെന്നില്ല. പിന്നെ കുഞ്ഞുപെണ്ണിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് മോളും അതെങ്ങനെയാണ് ഇരിക്കാനുള്ള സമയമൊക്കെ കുട്ടികളല്ലേ അതിനനുസരിച്ചുള്ളൊരു ഇതുണ്ടായിരുന്നു. എല്ലാവരുടെ ബർത്ത്ഡേ കാര്യം ഇങ്ങനെയാണ്. ചിലവർ ഭയങ്കര കരച്ചിലായി. കുഞ്ഞുപെണ്ണ് അങ്ങനെ കരഞ്ഞൊന്നുമില്ലായിരുന്നു. എന്തായാലും കേക്കൊക്കെ കട്ട് ചെയ്ത് കേക്കൊക്കെ പിന്നെ കഴിക്കാനൊക്കെ തുടങ്ങി. പിന്നെ നമ്മുടെ ഏട്ടനും അച്ചൂസൊക്കെ ഇങ്ങനെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ രാജേഷിൻ്റെ ഫ്രണ്ടായിട്ടുള്ള അനന്തുവിൻ്റെ മോളാണ് ദച്ചൂസ്. അപ്പോൾ ദച്ചൂസ് അതാണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് കേക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഫോട്ടോഷൂട്ടിൽ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആളൊരു വ്ളോഗറും കൂടിയാണ്. പിന്നെ അതെല്ലാവരും കുഞ്ഞിപ്പെണ്ണിലെ സമ്മാനമൊക്കെ ആയിട്ട് ഇതെല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണാം. അങ്ങനെ നമ്മുടെ ഫാമിലി ഫോട്ടോഗ്രാഫറായ നമ്മുടെ ഐലൻഡ് സ്റ്റുഡിയോൻ്റെ വക നമുക്കൊരു ഫോട്ടോ ഫ്രെയിം ഗിഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കുഞ്ഞിപ്പെണ്ണ്. പിന്നെ നമ്മുടെ ചെറിയച്ഛൻ നമ്മുടെ ചെറിയമ്മയും നമ്മുടെ അച്ചു അമ്മൂസൊക്കെ ഒരു ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും എൻ്റെ ഓഫീസിൽ നിന്ന് എല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഗ്യാങ് ആയിട്ട് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാറുമാരെല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും വന്നു സ്റ്റേജിലേക്ക് കയറി ഫോട്ടോയൊക്കെ എടുത്തു.
അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബ്യൂട്ടീഷ്യൻ നമ്മുടെ രമ്യ അതാ വന്ന് കുഞ്ഞിപ്പെണ്ണ ഒരു ഗിഫ്റ്റൊക്കെ തന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഇതാ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. അങ്ങനെ കുഞ്ഞിപ്പെണ്ണ് കുറച്ച് നിൽക്കുമ്പോഴത്തേക്കും കുറച്ച് കരച്ചിലായി. പിന്നെ കുറേ ഭയങ്കര നിർബന്ധമൊക്കെ ആയിരുന്നു കേസ്. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കാനില്ല. പിന്നെ രാജേഷ് ചേട്ടൻ എല്ലാവരും ഓരോരോ വഴിക്ക് അങ്ങനെ തിരക്കിലൊക്കെ പോയി. അങ്ങനെ ഓഫീസിന് പോയത് ആ കുഞ്ഞിപ്പെണ്ണിന് ഒരു ഗിഫ്റ്റൊക്കെ തന്ന കുഞ്ഞിപ്പെണ്ണ് അതൊക്കെ മേടിച്ച് കയ്യിലൊക്കെ വെച്ചു. അപ്പോൾ ആൾ ചെയ്ത് വെച്ചിട്ട് കരയുന്നുണ്ട്, കുറച്ച് ചിരിക്കുന്നുണ്ട്. കാരണം കുറേ സമയം നിൽക്കാൻ തുടങ്ങിയല്ലോ. അപ്പോൾ ആളിതാ കുറച്ച് അങ്ങനെ അധികം നിൽക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. ഫുഡ് വന്നിട്ട് നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവർക്കും എന്താ ഭക്ഷണമൊക്കെ ഇനി കൊടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ബർത്ത്ഡേൻ്റെ വീഡിയോയും ഫോട്ടോയും കളറാക്കുന്ന നമ്മുടെ മനു ഐലൻഡ് സ്റ്റുഡിയോ. അപ്പോഴത്തേക്കും കുഞ്ഞിപ്പെണ്ണ് നമ്മുടെ ഓഫീസിൽ ശ്രീജിതട്ട എടുത്തപ്പോൾ ആളുടെ വാച്ചൊക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഇച്ചിരി കരച്ചിലൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ നമ്മുടെ ഐശ്വര്യമൊക്കെ കുഞ്ഞിനെയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ചേച്ചിയുടെ ഐഡിയ ആണ് കേട്ടോ. ചേച്ചി അങ്ങനെ ഇരുത്തി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി. കാരണം നമ്മുടെ മെയിൻ ഗസ്റ്റ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണാണല്ലോ. ആളിപ്പോൾ ഹാപ്പിയായി. അപ്പോൾ ആളിച്ചിരി ഇരുന്നു, പിന്നെ ഓക്കെ ആയി. ആൾ വലിയ പ്രശ്നമൊന്നും സത്യം പറഞ്ഞാൽ ഉണ്ടാക്കിയില്ല. പൊതുവേ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ആൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഈ ഒരു ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഇതിൽ നല്ല കുറേ ഫോട്ടോസുകൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ മാത്രമായിട്ടൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങളൊക്കെ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ബിസിയാണ്. അപ്പോൾ എന്താ പറയുക, എല്ലാം പെട്ടെന്നായിരുന്നു. അങ്ങനെ ശ്രീജിത്ത് ആ സമയത്താണ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ അമ്മൂസിൻ്റെ ഹസ്ബൻഡാണ്. പിന്നെ നമ്മുടെ എല്ലാവരും ഇരുന്നത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന. പിന്നെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ സ്റ്റേജ് ഡെക്കറേഷൻ പറയാതിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും നേരത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും സ്റ്റേജ് ഡെക്കറേഷൻസിൻ്റെ. അത് അടിപൊളിയായിരുന്നു, കിടുക്കലായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര അഭിപ്രായമൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര ഹാപ്പി. വണ്ണിനെയൊക്കെ തട്ടിയിട്ടും മറിച്ചിട്ടൊക്കെ ഒന്ന് ആൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എന്തായാലും ക്യൂട്ടായിട്ട് ഇതൊക്കെ അമ്മയും മഞ്ജുചേച്ചിയും കൂടി സെറ്റ് ചെയ്തിട്ട് അവസാനം എടുക്കണം. അമ്മേൻ്റെ ഒപ്പം പോലും കുഞ്ഞിപ്പെണ്ണിന് ഫോട്ടോ എടുക്കാം. അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളത്. കാരണം അതിനൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം വരുന്ന ആൾക്കാരെയൊക്കെ അമ്മയാക്കി വിളിക്കലും എല്ലാവർക്കും ഫുഡൊക്കെ വന്ന് കൊടുക്കാനും എടുക്കാനൊക്കെ അമ്മയും ഫുൾ ബിസി, എല്ലാവരും ബിസി. നേരത്തെ അമ്മയും റെഡി ആവാനുള്ളൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആയിട്ട് അമ്മയും കുഞ്ഞിപ്പെണ്ണുള്ള ഫോട്ടോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടോ. ഈ ഒരു സമയത്ത് ഈ ഒരു ഡ്രസ്സിൽ അങ്ങനെ കുറേ ഫോട്ടോ നമുക്ക് കുറേ മിസ്സായി. എന്നിരുന്നാലും കുഴപ്പമില്ല. എപ്പോഴും എന്താ പറയുക, ഇതൊക്കെ ഓരോ മെമ്മറി. നമ്മൾ എല്ലാപ്പോഴും ഒരുപോലെ ഇരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ കുറേ ഫോട്ടോ അമ്മ അവിടെ എത്തിയിട്ട് ഇത് അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സന്തോഷ് ബ്രോ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി. കാരണം ആ ഒരു സമയത്ത് നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ സമയമായപ്പോൾ ഫുഡ് എല്ലാവർക്കും കൊടുത്തു. ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം എല്ലാവരും പോയതിന് ശേഷമാണ് പിന്നെ കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ കുഞ്ഞിപ്പെണ്ണ് തരാനുള്ള ഗിഫ്റ്റുകളും കാര്യങ്ങളൊന്നും സമയത്ത് പിന്നെ സുരേട്ടൻ്റെ വക കുഞ്ഞിപ്പെണ്ണുള്ള ഗിഫ്റ്റ് കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പം ഏട്ടനും ഉണ്ണിയൊക്കെ ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ടുള്ളൊരു സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ഉപയോഗമൊക്കെ കഴിഞ്ഞ ശേഷമാണ് പിന്നീട് നമ്മൾ ഗിഫ്റ്റൊക്കെ തന്നത്. പിന്നെ നമ്മുടെ ചന്ദ്രുവിൻ്റെ വകയുള്ള ഗിഫ്റ്റാണ് ഈ ഒരു ഗിഫ്റ്റ് കുഞ്ഞിപ്പെണ്ണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പം അത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്, എന്താണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഏട്ടനും ഉണ്ണിയും വന്ന് നിന്ന് നമുക്ക് ഗിഫ്റ്റൊക്കെ തരാൻ വേണ്ടി പോവാണ്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെ എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഓൾറെഡി കുഞ്ഞിപ്പെണ്ണ് മാലയും കമ്മലൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ കോയിനാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് രണ്ടുപേരും ഓരോരോ കോയിനാണ് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മാമന്മാരുടെ വക കുഞ്ഞിപ്പെണ്ണിൻ്റെ സമ്മാനം. അങ്ങനെ നമ്മളുടെ ഈ ഒരു തേർഡ് പാർട്ട് ബർത്ത്ഡേ വീഡിയോ ഇവിടെ കഴിയുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ.